വീർ സവർക്കർക്ക് ഭാരത് രത്ന നൽകണമെന്ന് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ പ്രധാന പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ചുവെന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ ഹിന്ദുത്വ നിലപാട് കടുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് വിലയിരുത്തപ്പെടുന്നു. വീർ സവർക്കർക്ക് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന എന്തുകൊണ്ടാണ് ഇപ്പോഴും നൽകാത്തതെന്ന് ഉദ്ധവ് താക്കറെ ബിജെപിയോട് ചോദിച്ചു. നിയമസഭയിൽ ശീതകാല സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം നാഗ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവേന്ദ്ര ഫട്നാവിസ് മുമ്പ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സവർക്കർക്ക് ഭാരത് രത്ന നൽകാൻ ആവശ്യപ്പെട്ട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. ഇന്നും അദ്ദേഹം മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ആവശ്യം പരിഗണിച്ചിട്ടില്ല. അപ്പോൾ സവർക്കറെക്കുറിച്ച് സംസാരിക്കാൻ ബിജെപിക്ക് അവകാശമില്ല. രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി സവർക്കർക്ക് നൽകണമെന്ന എന്റെ ആവശ്യം ഞാൻ ആവർത്തിക്കുന്നു, ഉദ്ധവ് പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിനെയും വിനായക് സവർക്കറെയും ചുറ്റിപ്പറ്റിയുള്ള ചരിത്രപരമായ സംവാദങ്ങൾക്കപ്പുറത്തേക്ക് നീങ്ങാൻ ബിജെപിയോടും കോൺഗ്രസിനോടും ആവശ്യപ്പെട്ട അദ്ദേഹം രാജ്യത്തെ ബാധിക്കുന്ന നിർണായകമായ വികസന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അഭ്യർത്ഥിച്ചു. നെഹ്റുവും സവർക്കറും തങ്ങളുടേതായ സംഭാവനകൾ സമൂഹത്തിന് നൽകിയ ചരിത്ര പുരുഷന്മാരാണ്. വികസനം, കർഷകരുടെ പ്രശ്നങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിലില്ലായ്മ പരിഹരിക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇന്ന് നമുക്ക് വേണ്ടത്, അദ്ദേഹം പറഞ്ഞു. നാഗ്പൂരിലെ നിയമസഭാ വളപ്പിനുള്ള മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഓഫീസിലെത്തിയ ഉദ്ധവ് താക്കറെ അദ്ദേഹത്തെ കാണുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ശിവസേന നേതാക്കളായ ആദിത്യ താക്കറെ, അനിൽ പരബ്, വരുൺ സർ ദേശായി, അംബദാസ് ദാൻവെ തുടങ്ങിയവർ ഫട്നാവിസിനെ സന്ദർശിക്കുകയും തിരഞ്ഞെടുപ്പ് വിജയത്തിന് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഉദ്ധവും ഫട്നാവിസും രഹസ്യ ചർച്ച നടത്തി. ഇത് ഏകദേശം 15 മിനിറ്റോളം നീണ്ടതായി ശിവസേന നേതാക്കൾ അറിയിച്ചു. സ്പീക്കർ രാഹുൽ നർവേക്കറെയും ഉദ്ധവ് സന്ദർശിച്ചു. നിയമസഭയിൽ പ്രതിപക്ഷ സ്ഥാനം ശിവസേനയ്ക്ക് നൽകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അഭ്യൂഹമുയർന്നു. 20 MLA-മാരുടെ ശിവസേനയാണ് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ പാർട്ടി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഫട്നാവിസിന്റെയും ഉദ്ധവിന്റെയും ആദ്യ കൂടിക്കാഴ്ചയാണിത്. മഹാരാഷ്ട്രയിൽ സംസ്കാരപൂർണമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിജയിക്കാനായില്ല. അവർ വിജയിക്കുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ താൽപര്യത്തിനനുസരിച്ച് ഈ സർക്കാർ പ്രവർത്തിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള ബാക്കി ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതേക്കുറിച്ച് ഞങ്ങൾ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കും, ഉദ്ധവ് പറഞ്ഞു. ഞങ്ങൾ മുഖ്യമന്ത്രി ഫട്നാവിസിനെ കണ്ടിരുന്നു. അടുത്ത 5 വർഷം സംസ്ഥാനത്തിന്റെ താൽപര്യമനുസരിച്ചുള്ള സർക്കാർ പ്രവർത്തനമാണ് ഞങ്ങൾക്ക് ആവശ്യം. അതിനാൽ ഞങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഭിന്നാഭിപ്രായമുണ്ട്, എന്നാൽ വ്യക്തിപരമായി ശത്രുതയില്ല, ആദിത്യ താക്കറെ പറഞ്ഞു. അതേസമയം വീർ സവർക്കർക്ക് ഭാരത് രത്ന നൽകണമെന്ന ഉദ്ധവിന്റെ ആവശ്യത്തോട് കോൺഗ്രസ് നിശബ്ദത പാലിക്കുകയാണ്. വിഷയത്തിൽ സഖ്യകക്ഷികളുടെ ആവശ്യത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല. സവർക്കറുടെ ഭരണഘടനയെക്കുറിച്ചുള്ള വീക്ഷണങ്ങളെ കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വിമർശിച്ചതിന് പിന്നാലെയാണ് ഉദ്ധവിന്റെ ഭാരത് രത്ന ആവശ്യമെന്നതും ശ്രദ്ധേയമാണ്.